ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വർഷ പാത്തൂസ് ചാനൽ വൺസ് അഗെയിൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഈ വോയിസ് ഓവർ പ്ലസ് എൻ്റെ കൂടെ ഒരു ലിപ്പ് മൂവ്മെൻ്റ് എന്ന്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്യാനല്ല ഗൈസ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാൻ ഒന്നും അതായിരുന്നില്ല. ഞാനൊരു വ്ളോഗ് ചെയ്യാനായിരുന്നു, നമ്മൾ ചിക്കൻ കഴിക്കാൻ പോകുന്നൊരു വ്ളോഗ് ചെയ്യാനായിരുന്നു പ്ലാൻ. ബട്ട് പ്ലാൻ പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ ഗൈസ്. വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല എന്നല്ലേ? അതൊന്നല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ടൈം പീക്കും മദീന വ്ളോഗ് ആരും കണ്ടിട്ടില്ലേ പോയി കാണണം കേട്ടോ. നമ്മൾ മദീന പോകുന്ന വ്ളോഗിൽ അതേപോലെ ലൈക്ക് ഫുൾ ആക്റ്റീവായിട്ട് എൻ്റെ കുട്ടി നിൽക്കുന്നതാണ് വിചാരിച്ചത്. ബട്ട് ആക്ച്വലി നോ. റോഡിലേക്കൂടെ നടക്കുന്ന വ്ളോഗ്സ് ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റോഡിലേക്കൂടെ നടക്കുമായിരുന്നില്ല, എൻ്റെ പീക്ക് റോഡിലേക്കൂടെ എഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെന്തായാലും വ്ളോഗ് നടക്കൂല, വോയിസ് ഓവർ കൊടുക്കലേ നടക്കൂന്ന്. ഇതേ വരുന്നു വീണ്ടും എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ്. ഗൈസ് നിങ്ങൾ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. ഈ പ്രാവശ്യം എന്തായാലും നിങ്ങൾ ക്ഷമിക്കണമല്ലോ. അങ്ങനെ പിന്നെ പീക്കുൻ്റെ വക നിങ്ങൾക്കൊരു ഹായും ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്ക് തിരിച്ചു എല്ലാവരും ഒരു ഹായും കമൻസും ബെൽ ബട്ടണും ലൈക്കും ഷെയറൊക്കെ എൻ്റെ കുട്ടിക്ക് കൊടുക്കണം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ പീക്കുന് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്നും രണ്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്ക് ദേ വരുന്നു ഉണ്ടല്ലേ. ഏച്ചി വന്നാൽ പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയില്ല ഇന്ന് എന്തോ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാന്ന് തോന്നുന്നു. അമ്മയോട് വന്നാൽ തന്നെ പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ കുറച്ചും കൂടെ എരുമ്പുളിയെല്ലാം വെച്ച് കൊടുത്ത് അവർ നൈസായിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് പീക്കു വാസ് ടു ടയേർഡ്. പീക്കു വെയിറ്റാക്കി സാധനം ഇതുവരെ എത്തിയില്ല. പിന്നെ കൈസ് ഞാൻ എൻ്റെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി എറിഞ്ഞ്. ഇന്ന് എൻ്റെ കൂടെ ക്യൂട്ട്നെസ് വാരി എറിയാൻ പീക്കു എൻ്റെ അടുത്തില്ലായിരുന്നു. ഓൻ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ടു മീ ആയിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ക്യൂട്ട്നെസ് ഇടാൻ പറ്റിയില്ല. പീക്കുൻ്റെ ഫേവറേറ്റ് തിങ് വന്ന് ഓൻ അതിന് ഫ്രഞ്ച് ഫ്രൈസിന് ഓൻ പറയുന്നത് KME എന്നാണ്. അതെന്താണതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്തോ KFCൻ്റെ എന്തോ ഷോർട്ട് അങ്ങനെ എന്തോ ആക്കി വിളിക്കുന്നതാണ്. ഓന് ഫ്രഞ്ച് ഫ്രൈസിന് എപ്പോഴും KME എന്നാണ് പറയുക. അങ്ങനെ ഗൈസ് പറഞ്ഞ് ഞാനും കഴിക്കാൻ തുടങ്ങി പീക്കുൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. ആൻഡ് കുറച്ച് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇഡലിൻ്റെ വകയാണ് എല്ലാവർക്കും ഇന്ന് സെർവിങ്. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പോരട്ടെ, നെക്സ്റ്റ് അമ്മക്കായിരിക്കുന്നതാണ് എനിക്കൊരു തോന്നല്ലേ. ബട്ട് ആക്ച്വലി നോ, നെക്സ്റ്റ് അമ്മക്ക് തന്നെയായിരുന്നു. അങ്ങനെ അമ്മക്കും പീക്കുന് ആക്ച്വലി ചിക്കൻ വേണ്ട കേട്ടോ. അവന് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അതിൻ്റെ സോസും കൂടെ ആയിക്കഴിഞ്ഞാൽ ലോൺ സെറ്റാവും. അങ്ങനെ ഗൈസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ പീക്കുൻ്റെ പ്ലേറ്റിൽ മൊത്തം ചിക്കൻ. ഞാൻ ശരിക്കും വിചാരിച്ചത് ഓന് ചിക്കൻ വേണ്ടെന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ചിക്കൻ ഓനിക്കും പോതും. ചിക്കൻ അങ്ങനെ പീക്കും കഴിച്ച് ഞാനും ടയേർഡായി. പിന്നെ ഇഡലിൻ്റെ വക ബില്ലോൾ ആദ്യമേ കൊടുത്തല്ലേ. പിന്നെ നമ്മൾ ഒന്നും രണ്ടും വർത്താനെല്ലാം പറഞ്ഞ് ഇഡലി ഇങ്ങനെ നെക്സ്റ്റ് ചിന്തിക്കുകയാണ്. ഓക്കെ അമ്മേൻ്റെ വകയായിരുന്നു കുടുംബശ്രീ. ഐ ആം സോറി. അങ്ങനെ ഗൈസ് എനിക്ക് കുറച്ച് സൈലൻസ് ആവാമെന്ന് കരുതി. എല്ലാവരും തിന്നുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ് നെക്സ്റ്റ് എന്താ ചെയ്യാന്ന്. അങ്ങനെ ഗൈസ് അമ്മ നമ്മളോട് പറഞ്ഞു നിങ്ങളിവിടെ മിണ്ടിയും പറഞ്ഞിരിക്കും, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അമ്മ പോയി. പിന്നെയുള്ള കോൺവെർസേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് പീക്കു ആയിരുന്നു. നമ്മൾ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീക്കു ആണെങ്കിൽ ഫുഡിൻ്റെ തിരക്കിലാണ്. അതെല്ലാം കഴിഞ്ഞ് ഗൈസ് പിന്നെ നമ്മൾ അമ്മക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അമ്മയാണെങ്കിൽ ഭയങ്കര ഷോപ്പിംഗ് ആണെന്നാണ് നമുക്ക് തോന്നിയത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും പീക്കും കൂടെ കുറച്ച് സംസാരിച്ചിരുന്ന് ഞാൻ പീക്കുന് എന്തോ കാറോ ജെറ്റോ എന്തോ വാങ്ങിക്കൊടുക്കുന്ന എക്സ്പ്ലനേഷനിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹൈഫൈയിലോട്ട് നമ്മൾ പോകാനില്ല നെക്സ്റ്റ് സെറ്റപ്പിലായിരുന്നു. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നമ്മൾ മുന്നോട്ട് നടന്ന് നേരെ പോയതാണ് മദീനയിലേക്ക്. അവിടെ കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ടായിരുന്നു, അമ്മ ചെയ്തത് പോരായിരുന്നു. അങ്ങനെ മദീനയിലെ ഷോപ്പിംഗ് നമുക്ക് 2 ട്രോളി വേണം ഗൈസ്. എവിടെ പോയാലും ഒരു ചെറുത് നമ്മളെ ചെറുതിനും ഒന്ന് പിന്നെ നമ്മളെ സാധനം ഇട്ട് വെക്കാനും വേണ്ടി. അതാണല്ലോ അതിൻ്റെ ഒരു കുട്ടൻസ്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ കുറച്ച് ക്യൂട്ട്നെസ് ഇടാൻ നോക്കി. ബട്ട് ആക്ച്വലി ഐ വാസ് ടയേർഡ്. അങ്ങനെ നമ്മൾ 2 ട്രോളിയിലും സാധനങ്ങളൊക്കെ നിറച്ച് ഒന്നിന് ബില്ല് വേണം ഒന്നിന് ബില്ല് വേണ്ട, അത്ര ഡിഫറൻസ് ഉള്ളൂ ഗൈസ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പീക്കുവിന് ഓരോന്നോരോന്ന് കാണിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, കുറേ നേരം മദീനയിൽ ഞാനും പീക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി. പിന്നെ പീക്കുന് അങ്ങനെ വാശിയൊന്നുമില്ല, അവൻ എന്തെങ്കിലും വാങ്ങിയാൽ മതി. പക്ഷേ ആക്ച്വലി എന്നോടിപ്പോൾ ഒരു വാശി പിടിച്ചായിരുന്നു. മണ്ണു എന്നെ ആ ജ്യൂസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രോളിനെ ജ്യൂസിൻ്റെ അടുത്തേക്ക് വിട്ടു. ആൻഡ് വി കുഡ് സി വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് ഓവർ ദെയർ. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും പീക്കുന് ചോക്ലേറ്റ് ജ്യൂസ് ഈസ് ഓൾവേസ് ഹിസ് ഫേവറേറ്റ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടുത്തെ ബില്ലിംഗ് സെക്ഷനിൽ ഡെലിവറിയൊക്കെ കൊണ്ടുതരണമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കലായി. ആക്ച്വലി പുറത്ത് ഭയങ്കര ചൂട് കാരണം പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഫീലായിരുന്നു പുറത്തിറങ്ങിയാൽ. 1-2-3 വർത്താനം പറഞ്ഞ് ആക്ച്വലി വി റീച്ച്ഡ് അവർ ഹോം. അങ്ങനെ ഗൈസ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ മദീനയിൽ നമ്മളെ സാധനം എത്തിയിരിക്കുന്നു. ആൻഡ് അമ്മ വെന്റ് ആൻഡ് റിസീവ് ദാറ്റ്. അങ്ങനെ ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഞാനും എൻ്റെ ഏച്ചിയും കിടക്കാൻ പോയി. അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് മീറ്റ് യു അൻറ്റിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ.